ഉള്ളത് ബ്ലോക്ക് ആണ്. സോറി മിസ്സിന് വയ്യാത്ത കാരണം കൊണ്ടാണ് കുറച്ച് ടൈം ഡിലേ വന്നത്. അപ്പൊ നമുക്ക് ബ്ലോക്ക് 2-ല് 5th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 2 ആണ്. ഈ പേയ്മെന്റ് സിസ്റ്റംസ് നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോണിക് പേയ്മെന്റുകൾ ഓൺലൈൻ പേയ്മെന്റുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ഈസ് നൗ എ പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ്. നമ്മളിപ്പോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇലക്ട്രോണിക് പേയ്മെന്റുകൾ നടത്തുന്നുണ്ട്. അപ്പോ ഓൺലൈൻ പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെന്റ് ഒരു ബേസിക് ഫീച്ചർ ആണ് ഇലക്ട്രോണിക് കൊമേഴ്സിന്റെ. അപ്പൊ നമ്മളൊരു സാധനം ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു സാധനം ഇലക്ട്രോണിക്കിന്റെ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി വാങ്ങുകയാണെങ്കിൽ അപ്പൊ ആ സമയത്ത് അവരെന്തെങ്കിലും നമ്മുടെ അടുത്ത് പേ ചെയ്യാൻ പറയുമ്പോൾ നെറ്റ് ബാങ്കിങ് ചെയ്യാൻ, കാർഡുകള്, ഓൺലൈൻ ട്രാൻസ്ഫർ, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, അതായത് UPI ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ നടത്താനായിട്ട് നമുക്ക് വളരെ ഈ പറയുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻ മോഡ് നമ്മൾക്ക് പലപ്പോഴും ആവശ്യമായിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ മോഡ് നമുക്ക് പല സമയത്തും ആവശ്യമായിട്ട് വരാറുണ്ട്. ഇപ്പോ ഈ പേയ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ പേയ്മെന്റ് സിസ്റ്റം എന്താണ് എന്നൊക്കെ ഉള്ളത് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ പേയ്മെന്റ് സിസ്റ്റം റീകൺസൈൽ ചെയ്യുന്നു എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ത്രൂ ദ ട്രാൻസ്മിഷൻ ഓഫ് മോണിറ്ററി വാല്യൂ. അപ്പൊ അതായത് നമ്മള് മോണിറ്ററി വാല്യൂയിലൂടെ നമുക്ക് മണി ട്രാൻസാക്ഷൻസ് നടത്തുന്നതിലൂടെ നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ ഒരു പേയ്മെന്റ് സിസ്റ്റം അതിനകത്ത് നടക്കുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, പഠിക്കുന്ന സമയത്ത് നടത്തുന്ന പേയ്മെന്റുകള്, ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പൊ നമ്മളൊരു സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് വാദ്യോപകരണങ്ങൾ, സംഗീതോപകരണങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് പേ ചെയ്യാം. റൂൾസ്, പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, ടെക്നോളജീസ്, ഇതൊക്കെ ഇതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ആളുകളുണ്ട്, ആളുകൾ ഇൻവോൾവ് ആണ്, ചില നിയമങ്ങളുണ്ട്, ചില പ്രൊസീജിയറുകളുണ്ട്, ചില സ്റ്റാൻഡേർഡുകളുണ്ട്, ചില ടെക്നോളജീസ് ഉണ്ട്. കസ്റ്റമറി പേയ്മെന്റ് സിസ്റ്റം കൺസിഡർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ലൈക്ക് ഡ്രാഫ്റ്റ്സ്, ചെക്സ് ആൻഡ് ഡോക്യുമെന്ററി ക്രെഡിറ്റ്സ്. അപ്പൊ കസ്റ്റമറി ആയിട്ടുള്ള പേയ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന എന്തൊക്കെയാണ്? നെഗോഷ്യബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റുകള്, ചെക്കുകള്, ഡോക്യുമെന്ററി ക്രെഡിറ്റുകള്. അപ്പൊ ദ പ്രസന്റ് പേയ്മെന്റ് സിസ്റ്റം ഇന്റഗ്രേറ്റ് പോയിന്റ് ഓഫ് സെയിൽ. അപ്പൊ ഈ പേയ്മെന്റ് ഇപ്പോഴത്തെ പ്രസന്റ് പേയ്മെന്റ് സിസ്റ്റത്തിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽപ്പനയുടെ പോയിന്റുകള്, ഡെലിവറികളുടെ പോയിന്റ്, അതായത് പോയിന്റ് ഓഫ് സെയില്, റോബസ് പേയ്മെന്റ്, എക്സ്പീരിയൻസ് ഫോർ ബോത്ത് മെർച്ചന്റ് ആൻഡ് കസ്റ്റമർ. ഇപ്പൊ കസ്റ്റമറിനാണെങ്കിലും അതുപോലെ തന്നെ വ്യാപാരിക്കാണെങ്കിലും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ബാങ്ക്സ് ഹാവ് ഡെവലപ്ഡ് വേരിയസ് മെത്തേഡ്സ് ടു മേക്ക് ഈസി ദ എക്സ്ചേഞ്ച് ഓഫ് മണി. അപ്പൊ നമുക്ക് ബാങ്കുകൾ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ മെത്തേഡുകൾ ഭയങ്കര അധികം നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് മിസ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, മണി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് സർവീസസ്, അതർ ATM കാർഡ് സർവീസസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവാം. സോ ദ എക്സ്ചേഞ്ച് ഓഫ് മണി ദാറ്റ് സ്റ്റിമുലേറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് കൊമേഴ്സ്, അതായത് നമ്മുടെ വാണിജ്യ വ്യവസായത്തിന്റെ വലിപ്പം അല്ലെങ്കിൽ അത് ഉയർന്നു വരണമെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഇലാസ്റ്റിസിറ്റി. അത് ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റിന് നമ്മളെ സഹായിക്കും, സാമ്പത്തികമായ ഡെവലപ്മെന്റിന് നമ്മളെ സഹായിക്കുകയും അത് നമ്മളെ ഇലാസ്റ്റിസിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യും. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ വലിയാനുള്ള കഴിവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇലാസ്റ്റിക് ആണ്, ഇന്ന ഇലാസ്റ്റിക് ആണ് എന്നൊക്കെ പറയും. ഇലാസ്റ്റിക്സിന്റെ മാക്സിമം എത്രത്തോളം വലിയും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫിനാൻഷ്യൽ ഇലാസ്റ്റിസിറ്റി ഉദ്ദേശിക്കുന്നത് വിത്ത് ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി. അപ്പൊ നമുക്ക് ചെറിയ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉള്ളൂ നമുക്ക് വരാനായിട്ട്. അതായത് നമ്മുടെ കാർഡ് ത്രൂ നമ്മളെ ട്രാൻസാക്ഷൻസ് അധികമായിട്ട് നടത്തുമ്പോൾ ലോവർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ വരാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ അടയ്ക്കുന്ന മണിയിൽ വരുന്ന വ്യത്യാസങ്ങൾ. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് പേയ്മെന്റ് അല്ലെങ്കിൽ പേയ്മെന്റ് എന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്ന്, ഓൺലൈൻ ഓർ ഇലക്ട്രോണിക് പേയ്മെന്റ് മീൻസ് പേയ്മെന്റ് ത്രൂ ഇന്റർനെറ്റ്. അപ്പൊ നമുക്ക് ഇന്റർനെറ്റിലൂടെയാണ് പേ ചെയ്യുന്നത്, വിത്തൗട്ട് യൂസിങ് ക്യാഷ് ഓർ ചെക്ക്. നമ്മൾ ക്യാഷും കൊടുക്കുന്നില്ല, ചെക്കും കൊടുക്കുന്നില്ല, പക്ഷെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇറ്റ് ഇൻവോൾവ്സ് ഇലക്ട്രോണിക് ഡിവൈസസ്. അതിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ഇൻവോൾവ് ആണ്. എന്തൊക്കെ? കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ,
ടാബ്ലറ്റ് ഇതൊക്കെ ഇൻവോൾവ് ആണ്. ഈ പേയ്മെന്റ്സ് ക്യാൻ ബി മെയ്ഡ് ഇൻ മെനി വേസ്. ഈ ഇലക്ട്രോണിക് പേയ്മെന്റ്സ് നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇലക്ട്രോണിക് പേയ്മെന്റ്സ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ബാങ്ക് ട്രാൻസ്ഫർ ഇതൊക്കെ ചെയ്യാം. മോഡേൺ പേയ്മെന്റ് സിസ്റ്റം യൂസ് ക്യാഷ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇപ്പൊ നമുക്ക് ക്യാഷിന്റെ പകരം സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെച്ചുള്ള കളിയാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്യാഷിന് പകരം ഒരു പകരക്കാരൻ എന്നോ അല്ലെങ്കിൽ ഒരു പകരക്കാരി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ക്യാഷിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഈ പറയുന്ന കാർഡ്. ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഡയറക്റ്റ് ക്രെഡിറ്റ്, ഡയറക്റ്റ് ഡെബിറ്റ്, ഇന്റർനെറ്റ് ബാങ്കിങ്, ഇ വാളറ്റ്, വിർച്വൽ കറൻസി ഇതൊക്കെ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പേയ്മെന്റ് സിസ്റ്റം ആണ്. നമ്മുടെ ഇലക്ട്രോണിക് കൊമേഴ്സിലെ പേയ്മെന്റ് സിസ്റ്റങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, അടുത്തത് ACH. ACH എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡെപ്പോസിറ്റ്, ഡയറക്റ്റ് ഡെബിറ്റ്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ പൈസ കൊണ്ടുപോയി ഇടുന്നു. ഒരു 10,000 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ ആ 10,000 രൂപ അക്കൗണ്ടിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് പൈസയായിട്ട് എടുത്ത് അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫോൺ പേ ഇതൊക്കെ നമുക്ക് നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ഡെപ്പോസിറ്റ് മണിയുടെ നടത്തേണ്ടി വരും. ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ്, ഇലക്ട്രോണിക് ചെക്ക്, അതുപോലെ ഒരു കാർഡ് നമുക്ക് കിട്ടിയാലും അത് ആക്റ്റീവ് മോഡിലൊക്കെ ആക്കണമെങ്കിൽ ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ് സിസ്റ്റത്തിനെ ഫോളോ ചെയ്യണം. പിന്നെ നമുക്ക് വരുന്നത് ഇലക്ട്രോണിക് ചെക്കുകളാണ്. ഇലക്ട്രോണിക് ചെക്കുകൾ ക്യാഷിന്റെ വിഡ്രോവൽ, പൈസ ഡെപ്പോസിറ്റ് മെഷീൻ, ഇങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ ഒക്കെ കണ്ടിട്ടാവുമല്ലോ. അങ്ങനെയൊക്കെയുള്ള വലിയതായ ഒരു എപ്പോഴും ഉറച്ച് വിശ്വസിക്കാവുന്ന ഒരു പങ്കാളി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫെഡറൽ ബാങ്കിന്റെ ആഡ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്രിങ്സ് ദ പവർ ഓഫ് അഡ്വാൻസ്ഡ് ഡാറ്റ അനലറ്റിക്സ് ടു കോമ്പാക്ട് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോക്കുമ്പോൾ ഒരാളുടെ ഫിംഗർ വയ്ക്കുമ്പോഴോ അയാളുടെ പാസ്വേഡ് അടിക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും ഇയാളാണോ വേറൊരാളാണോ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇംപ്രൂവ് കോംപ്ലിയൻസ്, അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനും അവർ ശ്രദ്ധിക്കും. ഫീച്ചേഴ്സ് സച്ച് ആസ് AI ബോട്ടുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ബോട്ടുകൾ, ഡിജിറ്റൽ പേയ്മെന്റ് അഡ്വൈസേഴ്സ്. ഇതിൽ പേയ്മെന്റ് ചെയ്യണം ഒരുപാടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ്, പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നവര്, ബിസിനസ് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പഠിപ്പിക്കുന്നവര്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിജിറ്റൽ പേയ്മെന്റ് അഡ്വൈസേഴ്സും നമുക്കുണ്ട്. അവര് പറയുന്നതും ബയോമെട്രിക് ഫ്രോഡ് ഡിറ്റക്ഷൻ മെക്കാനിസം. അതാണ് ഇപ്പൊ ഓൾറെഡി പറഞ്ഞ നമ്മുടെ വിരൽ വെച്ചിട്ടൊക്കെ നമ്മുടെ ഈ തമ്പ് ഇംപ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു പണ്ടൊക്കെ മഷിയിൽ മുക്കിയിട്ട് തമ്പ് കൊടുക്കില്ലേ, അതുപോലെ ഈ തമ്പ് വച്ചിട്ട് നമ്മുടെ ഒരു തമ്പ് വെച്ചിട്ട് ചെയ്യുന്ന പോലത്തെ ഇതിന്റെ ഈ ബയോമെട്രിക് ഓതന്റിഫിക്കേഷനും പലയിടത്തും എടുത്തിട്ടാണ്. റേഷൻ കാർഡൊക്കെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുന്ന സമയത്ത് ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു എന്നൊക്കെ പറയാറില്ലേ, അതേപോലെയാണ്. ഓക്കെ, സോ ഡിറ്റക്ഷൻ മെക്കാനിസം ലീഡ് ടു അഡ്വാൻസ്ഡ് ക്വാളിറ്റി ഓഫ് സർവീസസ്. നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി സർവീസസിലേക്ക് എത്തുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ഇ പേയ്മെന്റ് ആൻഡ് കൺവെൻഷണൽ പേയ്മെന്റ്. അപ്പൊ ഇലക്ട്രോണിക് പേയ്മെന്റ് ഒരു ഓപ്പൺ സിസ്റ്റം പ്ലാറ്റ്ഫോമിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. വൈൽ ദ കൺവെൻഷണൽ പേയ്മെന്റ് ഈസ് റിലേറ്റീവ്ലി എ ക്ലോസ്ഡ് സിസ്റ്റം. ഓൾറെഡി ക്ലോസ് ആയ ഒരു സിസ്റ്റം നിന്ന് കൺവെൻഷണൽ പേയ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പൈസ ഡയറക്റ്റ് കൊടുക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആണെന്ന് പറയുന്നു. അവർ പറയുന്നു ക്ലോസ്ഡ് സിസ്റ്റം. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. പലയിടത്തും നമ്മൾ പൈസ ക്യാഷ് ആയിട്ട് ഡയറക്റ്റ് കൊടുക്കേണ്ടുന്ന സന്ദർഭങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ പേയ്മെന്റ് എന്ന് പറഞ്ഞാല് ഓൾറെഡി ഈ പഴയ കൺവെൻഷണൽ പേയ്മെന്റ് സിസ്റ്റത്തിന് വിപരീതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഈ പേയ്മെന്റ് യൂസസ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും മീൻസ് ലൈക്ക് ഇന്റർനെറ്റ് ആൻഡ് എക്സ്ട്രാനെറ്റ്. ഒരു ഇന്റർനെറ്റും അതിന്റെ ഉള്ളിലുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനും എക്സ്ട്രാനെറ്റ് കണക്ഷനും. വേറാസ് കസ്റ്റമറി പേയ്മെന്റ് ഈസ് വെരി കോംബർസം. അപ്പൊ കസ്റ്റമറി പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് വേണ്ടിയുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് വളരെ കോംബർസം ആണ്. ഒരാൾക്ക് മാത്രമായിട്ട് പൈസ കൊടുത്ത് അങ്ങനെയൊന്നും അല്ല, മൊത്തത്തില് ആണ്. ഓക്കെ, ഇനി കൺവെൻഷണൽ പേയ്മെന്റ് എ ബയ്യർ മേക്സ് ക്യാഷ് പേയ്മെന്റ്. ഒരു കൺവെൻഷണൽ പേയ്മെന്റില് ഒരു ബയ്യർ ഒരു ക്യാഷ് പേയ്മെന്റ് നടത്തും, പഴയ ഒരു ട്രാൻസാക്ഷൻ മെത്തേഡ്. എ ക്യാഷ് പേയ്മെന്റ് മീൻസ് എ ബയ്യർ വിഡ്രോസ് ഫ്രം ഹിസ് ബാങ്ക് അക്കൗണ്ട്. ഒരു ക്യാഷ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബയ്യർ അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്നു. സെല്ലർക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ ആ സെല്ലർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. ആൻഡ് ദ സെല്ലർ ഡെപ്പോസിറ്റ് ദ മണി ഇൻ ഹിസ് അക്കൗണ്ട്. ഈ പൈസ കിട്ടുന്ന വ്യവസായി എന്ത് ചെയ്യുന്നു? അത് അവന്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടുന്നു. ദ ടേബിൾ ഈസ് ഗിവൺ ഇൻ ദ Q&A സെക്ഷൻ. ഇതിനെ കുറിച്ചുള്ള ടേബിൾ Q&A സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പേയ്മെന്റ് പ്രോസസ്സിലുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പേയ്മെന്റ് ഗേറ്റ് വേ നമുക്ക് ഇനിയും പറയാനുണ്ട്, നോക്കാം. എന്താണ് പേയ്മെന്റ് ഗേറ്റ് വേ? ഒരുപാട് ബിസിനസ് ഹാവ് മൂവ്ഡ് ഫ്രം ട്രഡീഷണൽ പേയ്മെന്റ് മെത്തേഡ് ലൈക്ക് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ടു പേയ്മെന്റ് ഗേറ്റ് വേ. ഒരുപാട് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ളതിൽ നിന്ന് പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് പല ആൾക്കാരും
ട്രഡീഷണൽ പേയ്മെന്റ് മെത്തേഡ് മാറ്റിയിട്ടുണ്ട്. അപ്പോ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പേ ചെയ്യാം, ജിപേ ചെയ്യാം, റിയൽ ടൈം പേയ്മെന്റ് ചെയ്യാം, സെക്യൂരിറ്റിക്ക് പേ ചെയ്യാം, കറക്റ്റ് ആയിട്ട് പേ ചെയ്യാം. ക്രെഡിബിലിറ്റി ഫോർ മർച്ചന്റുകൾക്ക് ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട്, ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമ്മളിപ്പോ ഒരു സ്ഥലത്തൊക്കെ ചെന്ന് സ്വർണ്ണമൊക്കെ പർച്ചേസ് ചെയ്ത് അവർക്ക് പൈസ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ അവർ ആ ക്രെഡിബിലിറ്റിക്ക്, വിശ്വസ്തതയ്ക്ക് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മിസ്സിന്റെ താലിമാലയൊക്കെ മലബാർ ഗോൾഡിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പൊ മലബാർ ഗോൾഡിനെ വിശ്വസിച്ച് നമ്മൾ പേ ചെയ്തിരിക്കുകയാണ്. അവരുടെ ആ ക്രെഡിബിലിറ്റി, താലീനെ കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ മാലയുടെ ഒരു എക്സാമ്പിളിന് വേണ്ടി മിസ് പറഞ്ഞാണ്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ആ ക്രെഡിബിലിറ്റിക്ക്, അവരുടെ ആ വിശ്വസ്തതയ്ക്ക് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. എമംഗ് അതർ ബെനിഫിറ്റ്, എല്ലാത്തിനേക്കാളും വലിയ ഒരു ബെനിഫിറ്റ് ആണ് എന്ത് പറയുന്നത്, നമുക്ക് ഒരാളെ വിശ്വസിക്കാൻ കഴിയുന്നു. ഒരു ബിസിനസ് അല്ലെങ്കിൽ വ്യവസായി എന്നുള്ള അർത്ഥത്തിലും അവിടുന്ന് ആൾക്കാർ വിശ്വാസം ഉണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ, ആ സാധനം വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ദെൻ അടുത്തത്, വാട്ട് ഈസ് എ പേയ്മെന്റ് ഗേറ്റ് വേ? എന്താണ് പേയ്മെന്റ് ഗേറ്റ് വേ? പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ആണ് ഓൺലൈൻ ദാറ്റ് അണ്ടർടേക്ക് പേയ്മെന്റ് ഓതറൈസേഷൻ മെർച്ചന്റ്സിന് കൊടുക്കുന്നതാണ്. ഈ ബിസിനസ്സസ്, അതായത് ഇലക്ട്രോണിക് ബിസിനസ്സസ്, ഇലക്ട്രോണിക് ബിസിനസ്സുകള്, മെർച്ചന്റുകള്, ഇത് മ്യൂച്വലി ബ്രിക്ക് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സുദൃഢമായിട്ടുള്ളതാണ്. ആൻഡ് മോർട്ടർ ലൊക്കേഷൻസ് ആൻഡ് ഓൺലൈൻ ലൊക്കേഷൻസ്, അതുപോലെ തന്നെ എവിടേക്കാണ് നമ്മളിപ്പോ ഫോൺ പേയും അതുപോലെ തന്നെ നമ്മുടെ ATM ഒക്കെ എവിടെയുള്ളതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. അതുപോലെ മോർട്ടർ ലൊക്കേഷൻസും ആൻഡ് ഓൺലൈൻ ലൊക്കേഷൻസ് ആൻഡ് മെർച്ചന്റ്സ് വിത്ത് ഓൺലി ബ്രിക്ക് ആൻഡ് മോർട്ടർ സ്റ്റോർസ്. എ പേയ്മെന്റ് ഗേറ്റ് വേ വർക്ക്സ് ലൈക്ക് എ ടണൽ. ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ഒരു ടണൽ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ലിങ്ക്സ് ടു ആൻ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ, അതൊരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ കാൻഡിയർ എന്നൊക്കെ ഉള്ളതിൽ നിന്നാണ് മിസ് ഒരു ഡയമണ്ടിന്റെ മൂക്കുത്തി വാങ്ങിച്ചത്. അപ്പൊ അതൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്, അവരുടെ കല്യാണിന്റേതാണ്. അപ്പൊ അതുപോലെയുള്ളതൊക്കെ ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് ആണ് പ്രോസസ് ചെയ്ത ആ സമയത്ത് ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ മേടിച്ച സമയത്ത് കുറച്ച് ക്യാഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇപ്പൊ അയൽവക്കത്തുള്ള ഒരു ചേച്ചിയിൽ നിന്നാണ് കുറച്ച് പൈസ വാങ്ങിച്ചത്, പക്ഷെ ഓൺലൈനിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ പേയ്മെന്റ് ഗേറ്റ് വേ ക്യാൻ ബി സെഡ് ആസ് ദ മിഡിൽ മാൻ. അപ്പൊ ഒരു ഇടനിലക്കാരൻ എന്നുള്ളതാണ് എന്ത്, പേയ്മെന്റ് നടത്തുന്നതിനെ നമ്മൾ ചിന്തിക്കുന്നത്. ഹാൻഡ്ലിംഗ് ബിസിനസ് ബിറ്റ്വീൻ മർച്ചന്റ്സ് ആൻഡ് കസ്റ്റമേഴ്സ്, സെർവിങ് ഇൻ എ പൊസിഷൻ. അപ്പൊ ഒരു ബിസിനസ്, ഒരു മെർച്ചന്റും ഒരു കസ്റ്റമറും തമ്മിലുള്ള ബിസിനസ് നടത്തുന്നത് സെർവിങ് ഇൻ എ പൊസിഷൻ. നമ്മൾ സെർവ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ദാറ്റ് വിഡ്രോസ് ദ ഫണ്ട്സ് ഫോർ എ ട്രാൻസാക്ഷൻ. അതൊരു ട്രാൻസാക്ഷനുള്ള ഫണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നു ഫ്രം കസ്റ്റമേഴ്സ് ആൻഡ് ഡെപ്പോസിറ്റ് ദം ഇൻ ടു മർച്ചന്റ് ബാങ്ക് അക്കൗണ്ട്. അതാണ് പറഞ്ഞത്, നമ്മളിപ്പോ ഒരു സ്ഥലം, ഇപ്പൊ നമുക്ക് ഒരു 1000 രൂപയോ 2000മോ 10,000മോ ഒക്കെ നമ്മുടെ കയ്യിൽ ഉള്ളപ്പോഴാണ് നമുക്ക് ചെലവഴിക്കുക. നമ്മൾ എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ നിന്ന് മേടിക്കണം, നമ്മുടെ പ്രീവിയസ് അനുഭവങ്ങൾ എന്തൊക്കെയാണ്, പേയ്മെന്റ് ഗേറ്റ് വേ എന്നൊക്കെയുള്ളതാണ് അതിൽ വരുന്നത്. അപ്പൊ ഇറ്റ് ഈസ് എ ഡിജിറ്റൽ വെർഷൻ ഓഫ് ദ ഫിസിക്കൽ പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽസ് ലൊക്കേറ്റഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ടുഡേസ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. അപ്പൊ ഇന്നത്തെ ഒരു കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ഒരു ഓർഡർ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമുക്കൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. 48ാമത്തെ പേജിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, കസ്റ്റമർ ഓർഡർ സക്സസ്ഫുൾ ആയിക്കുമ്പോൾ ഒരു മെർച്ചന്റിന്റെ ആപ്പിലോ വെബ്സൈറ്റിലേക്കോ പൈസ അടയ്ക്കുന്നു. അതൊരു പേയ്മെന്റ് ഗേറ്റ് വേയിൽ എത്തുന്നു. ആ പേയ്മെന്റ് ഗേറ്റ് വേയിൽ നിന്ന് കാർഡിന്റെ പേയ്മെന്റ് പ്രോസസർ വഴി, ഇപ്പൊ ഫോൺ പേ ആണെങ്കിൽ പേയ്മെന്റിന്റെ പ്രോസസർ വഴി ആ കാർഡ് നെറ്റ്വർക്ക് നമ്മൾ ഇപ്പൊ സ്കാൻ ചെയ്യാണ്, ഫോൺ പേ എന്നുള്ളത് അല്ലെങ്കിൽ ഗൂഗിൾ പേ, എന്നിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കസ്റ്റമറിന്റെ ബാങ്കിലേക്ക് നമ്മൾ ആ പൈസ ഇടുന്നു. ഇനി ഇത് തിരിച്ച് കസ്റ്റമറിന്റെ ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാർഡ് നെറ്റ്വർക്ക് ത്രൂ, പേയ്മെന്റ് പ്രോസസർ ത്രൂ, പേയ്മെന്റ് ഗേറ്റ് വേ ത്രൂ, അദ്ദേഹത്തിന്റെ മെർച്ചന്റ് ആപ്പ് ഓർ വെബ്സൈറ്റ് ത്രൂ അത് എവിടെ എത്തുന്നു, ആ സിസ്റ്റത്തിൽ എത്തുന്നു. അതിൽ നിന്ന് ആ അദ്ദേഹം പേയ്മെന്റ് ത്രൂ നടത്തിയിട്ട് പേയ്മെന്റ് പ്രോസസർ ത്രൂ ഒരു സംഭവം വാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ എത്തുന്നു. മനസ്സിലായി? ഇപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു കസ്റ്റമർ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഫോൺ പേ വഴി ഒരാൾക്ക് പൈസ അടച്ചു, അദ്ദേഹത്തിന്റെ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ അദ്ദേഹം ആ ഫെഡറൽ ബാങ്കിലേക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ സൗത്ത് ഇന്ത്യന്റെ പൈസ ഫെഡറലിലേക്ക് പോയി എന്ന് പറയുന്നത് പോലെ. പ്രോസസ് ഓഫ് പേയ്മെന്റ് ഗേറ്റ് വേ. അപ്പൊ ദ കീ പ്ലേയേഴ്സ് ഇൻവോൾവ് ഇൻ ദ പേയ്മെന്റ് പ്രോസസ്. ഇതിനകത്ത് കീ പ്ലേയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ
ഒന്നാമത്തെ ആള് മെർച്ചന്റ്, അതായത് നമ്മളൊരു വ്യാപാരി, ബിസിനസ് സംബന്ധിച്ച് ബിസിനസ് മേടിക്കുന്ന ആൾ, ഇത് മെർച്ചന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്തുന്ന ആൾ. ഓൺലൈൻ ബിസിനസ്, നമ്മളൊരു ഇലക്ട്രോണിക് കൊമേഴ്സിലെ ഓൺലൈൻ ബിസിനസ് ഓഫറിംഗ് എ പ്രൊഡക്റ്റ്. അപ്പൊ നമുക്കിപ്പോ ഒരു ചിലങ്ക നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ ചിലങ്ക നമ്മൾ പറഞ്ഞതാണല്ലോ, സർവീസ് ടു ദ കസ്റ്റമർ. ആമസോൺ ആണെങ്കിൽ അടുത്തത് കസ്റ്റമർ, അടുത്തത് ആരാണ് അത് മേടിക്കുന്നത്, ആ ആളാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അടുത്തത് ഇഷ്യൂയിങ് ബാങ്ക്, ബാങ്ക് ഇഷ്യൂ ചെയ്യല്, ബാങ്കിന് എന്താണ് എന്നുള്ളത് ഇഷ്യൂ ചെയ്യല്. ഇറ്റ് ഈസ് ദ കസ്റ്റമേഴ്സ് ബാങ്ക് ദാറ്റ് ഇഷ്യൂസ് ഇസ് ഓർ ഹെയർ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്. അപ്പൊ ഇത് കസ്റ്റമറിന്റെ ബാങ്കാണ്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കസ്റ്റമറിന്റെ ബാങ്കാണ് തീരുമാനിക്കുന്നത്. ഇഷ്യൂ ചെയ്ത ബാങ്കാണ് ഈ കാർഡ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ദെൻ അക്വയറർ, ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മെയിൻറ്റെയിൻസ് ദ മെർച്ചന്റ് ബാങ്ക് അക്കൗണ്ട്. മെർച്ചന്റിന്റെ ബാങ്ക് അക്കൗണ്ട് ഇരിക്കുന്ന ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവര് ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ബാങ്ക് തന്നെ ആയിരിക്കാം. അപ്പോ കീ പ്ലേയേഴ്സ് എന്തൊക്കെയാണെന്ന പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു റിംഗ് ആയിട്ടുള്ള പടമാണ്. അപ്പൊ അത് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് കണ്ടോ? കീ പ്ലേയേഴ്സിനെ കാണിച്ചിട്ട് മെർച്ചന്റ്, കസ്റ്റമർ, പിന്നെ അക്യൂറയർ, ഇഷ്യൂയിങ് ബാങ്ക്. അപ്പൊ നടുക്ക് കിടക്കുന്ന എന്താണ്? പേയ്മെന്റ് ഗേറ്റ്വേ. അപ്പൊ പൈസ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ പൈസ കിട്ടിക്കഴിയുമ്പോഴുള്ള അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ്. സോറി ട്ടോ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുന്ന വിചാരിക്കുന്നു. ബാക്കി പറയാം. സെക്യൂറിംഗ് ഇൻഫർമേഷൻ ത്രൂ പേയ്മെന്റ് ഗേറ്റ്വേ. പേയ്മെന്റ് ഗേറ്റ്വേ ത്രൂ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ്. ഓൺലൈൻ പേയ്മെന്റ് സെക്യൂരിറ്റി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ. ഒരു ഓൺലൈൻ പേയ്മെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആണ്. നമ്മൾ ഓൺലൈനായിട്ട് പൈസ അടയ്ക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ പേയ്മെന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പ്രൊട്ടക്ടിങ് കസ്റ്റമേഴ്സ് ഫ്രം ദ തെഫ്റ്റ് ആൻഡ് മാൽ പ്രാക്ടീസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈറ്റൽ ടാസ്ക്. അതായത് കസ്റ്റമേഴ്സ് സാധനങ്ങള് കട്ടെടുക്കാതിരിക്കാൻ വേണ്ടി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരെണ്ണം. അപ്പൊ ബിസിനസ് ഓണേഴ്സ് അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു കോട്ടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഒരു ജ്വല്ലറിയിലൊക്കെ ഒരു സെക്യൂരിറ്റീനെ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ 24 hours സെക്യൂരിറ്റി, അല്ലെങ്കിൽ 24 hours ക്യാമറ ഈസ് ഓൺ. വൈ? എന്തുകൊണ്ടാണ്? ആ സ്വർണം എന്ന് പറയുന്നത് അത്രയും വില പിടിച്ചതായതുകൊണ്ട് നമ്മൾ അത്രയും സെക്യൂർ ആയിട്ട് നോക്കേണ്ടുന്ന ഒന്നായതുകൊണ്ടാണ് അങ്ങനെ ഒരു സെക്യൂരിറ്റി സ്വർണത്തിന് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ബിസിനസ്സുകാരന് അദ്ദേഹത്തിന് നഷ്ടം വരികയല്ലേ? അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അതൊരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആണ്. അതിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഓൺലൈൻ പേയ്മെന്റ് സെക്യൂരിറ്റി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ. പ്രൊട്ടക്ടിങ് കസ്റ്റമേഴ്സ് ഫ്രം തെഫ്റ്റ് ആൻഡ് മാൽ പ്രാക്ടീസ്. അപ്പൊ മാൽ പ്രാക്ടീസ്, തെറ്റുകൾ ചെയ്യാതിരിക്കുക, മോഷണം നടക്കാതിരിക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ് ബിസിനസിന്റെ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. It is significant to ensure utmost security measures to safeguard business. അപ്പൊ നമുക്ക് നമ്മുടെ ബിസിനസിനെ സേഫ് ആക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ആൻഡ് their customers from the റിസ്ക് ഔട്ട്ലെറ്റ്സ്. അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിനെ റിസ്ക് ഔട്ട്ലെറ്റിൽ നിന്ന് രക്ഷിക്കണം. എ പേയ്മെന്റ് ഗേറ്റ്വേ ഈസ് എ പ്രീ റിക്വസൈറ്റ്. ഒരു പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് മുമ്പത്തെ തുടങ്ങിയുള്ളതായിരിക്കും, ഓരോ മാൻഡേറ്ററി കമ്പോണന്റ്, അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു മാൻഡേറ്ററി കമ്പോണന്റ് ആണ് ഫോർ സെറ്റിംഗ് അപ്പ് ആൻ ഇ കൊമേഴ്സ് സ്റ്റോർ. ഒരു ഇ കൊമേഴ്സ് സ്റ്റോറിന് വേണ്ടിയിട്ടാണ് ഇത്. ഓർ ഇ കൊമേഴ്സ് സ്റ്റോർ ഓർ സെല്ലിംഗ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ത്രൂ എ വെബ്സൈറ്റ്. അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഒരു വെബ്സൈറ്റ് ത്രൂ, ഒരു വെബ്സൈറ്റ് ത്രൂ ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വരാം. അടുത്തത് പേയ്മെന്റ് ഗേറ്റ്വേ. ഇൻ ഓൺലൈൻ പേയ്മെന്റുകളിൽ ഇറ്റ് ഈസ് ദ മെർച്ചന്റ്സ് റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് എ സെക്യൂർ ആൻഡ് സീംലെസ് ബൈയിങ് എക്സ്പീരിയൻസ്. അപ്പോ ഒരു മെർച്ചന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് നടക്കണം. സീംലെസ് ബൈയിങ് എക്സ്പീരിയൻസ്, അതായത് ഒരു ബൈയിങ് എക്സ്പീരിയൻസ് സീംലെസ് ആയിട്ടിരിക്കണം എന്നൊക്കെ ഉള്ളത് ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ഓൺലൈൻ പേയ്മെന്റിലെ മർച്ചന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. എ പേയ്മെന്റ് ഗേറ്റ്വേ ഫോക്കസസ് ഓൺ സെക്യൂറിംഗ് ദ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഒരു പേയ്മെന്റ് ഗേറ്റ്വേയില് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് ഫോക്കസ് ചെയ്യുക ഒരു യൂസർ ത്രൂ ഔട്ട് ദ ബാങ്ക് പ്രോസസ്. ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്തും പൈസ അടയ്ക്കുന്ന സമയത്തൊക്കെ നമ്മൾ വളരെയധികം കോൺസെൻട്രേഷൻ അതിൽ വേണം. പേയ്മെന്റ് ഗേറ്റ്വേ ക്യാരീസ് ഔട്ട് ദ ഫോളോയിങ് ടു കീപ് ദ ഡാറ്റ സേഫ്. The transaction is conducted through an HTTP web address. ഒരു HTTP web അഡ്രസ്സിലൂടെയാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. S in the HTTP is for secure. HTTPS എന്നുള്ളതിൽ secure എന്നാണ് S ന്റെ അർത്ഥം.
because of the hash function. Hash function the system uses a signed request from the merchant to authenticate the appeal. The authentication നടക്കണമെങ്കിൽ sign ചെയ്തു കൊടുക്കണം. This signed request is a secret word. ഈ sign ചെയ്യുന്ന request ഒരു secret word ആണ്, known only to the merchant and the payment gateway. അത് ആ പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കും അല്ലെങ്കിൽ ആ മെർച്ചന്റിന് മാത്രമേ അറിയാവുകയുള്ളൂ. ടു സെക്യൂർ ദ പേയ്മെന്റ് പേജ്, ഈ പേയ്മെന്റ് പേജ് സെക്യൂർ ആവാൻ ദ IP ഓഫ് ദ റിക്വസ്റ്റിംഗ് സെർവർ ഇസ് വെരിഫൈഡ് ടു നോ എനി മലീഷ്യസ് ആക്ടിവിറ്റി. ഈ പേയ്മെന്റ് പേജ് സെക്യൂർ ആയിട്ടിരിക്കാൻ ഈ റിക്വസ്റ്റിംഗ് സെർവർ വെരിഫൈ ചെയ്യുന്നത് മലീഷ്യസ് ആക്ടിവിറ്റി, എന്തെങ്കിലും തെറ്റായ പ്രവണത, മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി കാണുകയാണെങ്കിൽ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്യൂർ പേയ്മെന്റ് പേജിന്റെ IP അഡ്രസ് റിക്വസ്റ്റിംഗ് സെർവർ വച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സെർവർ തകരാറിലാവും. വിർച്വൽ പെയർ authentication adds an additional layer of security. അപ്പൊ വിർച്വൽ പെയർ authentication അതിലൊരു അഡീഷണൽ സെക്യൂരിറ്റി ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. and helps the online buyer and seller to authenticate. അപ്പൊ ഓൺലൈൻ ബയറും സെല്ലറിനെയും ഓതന്റിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കുന്നതാണ് വിർച്വൽ പെയർ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് എക്സാമ്പിൾ ഓഫ് എ പേയ്മെന്റ് ഗേറ്റ്വേ. എന്താണ് ഒരു പേയ്മെന്റ് ഗേറ്റ്വേയുടെ എക്സാമ്പിൾ? CC അവന്യൂസ് മൊബൈൽ SDKs. CC അവന്യൂവിന്റെ എല്ലാം ക്രെഡിറ്റ് കാർഡ് അവന്യൂവിന്റെ SDKs ഫെസിലിറ്റേറ്റ് സ്മൂത്ത് ആൻഡ് ഈസി ഇന്റഗ്രേഷൻ ഓഫ് പേയ്മെന്റ്. സ്മൂത്ത് പേയ്മെന്റ്, ഇന്റഗ്രേഷൻ പേയ്മെന്റ്, iOS, ആൻഡ്രോയിഡ് ഓർ വിൻഡോസ് മൊബൈൽ ആപ്ലിക്കേഷൻ. ബാങ്ക് ഓഫ് അമേരിക്കയുടെയും JP മോർഗന്റെയും JPM ഹാസ് സോഫിസ്റ്റിക്കേറ്റഡ് പേയ്മെന്റ് ഗേറ്റ്വേ സിസ്റ്റംസ്. പേയ്മെന്റ് ഗേറ്റ്വേ സിസ്റ്റം അതുപോലെ തന്നെ ഓഫർ ടു കസ്റ്റമർ അലോങ് വിത്ത് ദെയർ ഓൺ മെർച്ചന്റ് അക്വയറിംഗ് ബാങ്ക് സർവീസ്. ഒരു മെർച്ചന്റ് അക്വയർ ചെയ്യുന്ന ബാങ്ക് സർവീസുകളുടെ ഗേറ്റ്വേ സിസ്റ്റം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പേയ്മെന്റ് ഗേറ്റ്വേയില്. അതുപോലെ സ്നാപ്പ് ഡീലിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഫ്രീ ചാർജ് ഹാസ് ടൈഡ് അപ്പ് വിത്ത് CC അവന്യൂ. ഫ്രീ ചാർജുകളായിരിക്കും ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഫ്ലിപ്കാർട്ട് യൂസസ് പേസിപ്പി. ഫ്ലിപ്കാർട്ട് പേസിപ്പി യൂസ് ചെയ്യുന്നു. ഏർലിയർ ഇറ്റ് യൂസ്ഡ് CC അവന്യൂ ആൻഡ് പേയു. ഫ്ലിപ്കാർട്ടിൽ പേസിപ്പി ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. പണ്ട് CC അവന്യൂ പേയു ആണെന്ന് പറയുന്നു. ആമസോണിൽ ഗൂഗിൾ പേ, UPA അങ്ങനെ എല്ലാം സേഫ് ആയിട്ടുള്ളതാണ്. അപ്പൊ ആമസോൺ പേ പ്രൊവൈഡ് ഈസി ട്രസ്റ്റഡ് എക്സ്പീരിയൻസ് ടു ആമസോൺ കസ്റ്റമേഴ്സ്. വിശ്വസിക്കാവുന്ന കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് ഈ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ മെറിറ്റുകൾ എന്ന് പറയുന്നത്? ഗെറ്റിംഗ് മോർ കസ്റ്റമേഴ്സ് റിസൾട്ടിങ് ഇൻ മോർ സെയിൽസ്. ഒരുപാട് പേര് പേയ്മെന്റ് കിട്ടും. പൈസ എപ്പോഴും കൊണ്ടുപോയി നടക്കണ്ടല്ലോ, ഫോൺ ത്രൂ നടത്താം. മോർ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ട്രാൻസാക്ഷൻ. അതുപോലെ കുറെ കൂടി ഇഫക്റ്റീവ് ആയ ട്രാൻസാക്ഷൻ, എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ. 1 രൂപയാണെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് നടത്താം. 1 രൂപ, 10 പൈസ, 50 രൂപ, അതൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. സേവ് കസ്റ്റമേഴ്സ് ടൈം. കസ്റ്റമറുടെ ടൈം സേവ് ചെയ്യുക. കൺവീനിയന്റ് ഫോർ ദ കസ്റ്റമർ. കസ്റ്റമറിന് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് ഉപയോഗിക്കാം. ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ടെക്നോളജി കോസ്റ്റ്. അതുപോലെ ഒരുപാട് പൈസ ATM ന്ന് വലിക്കുക, അപ്പൊ അതർ ATM ചാർജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാം. ട്രാൻസാക്ഷൻ കോസ്റ്റ് ലോവർ ആക്കാം, ടെക്നോളജി കോസ്റ്റും കുറയ്ക്കാം. കസ്റ്റമേഴ്സ് ഹാവ് കൺട്രോൾ ഓവർ എക്സ്പെൻസസ്. ചെലവുകൾക്ക് മീതെ കസ്റ്റമറിന് കൺട്രോൾ ഉണ്ട്. ഇറ്റ് ഈസ് ഈസി ടു ആഡ് പേയ്മെന്റ് ടു എ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റിലേക്ക് പേയ്മെന്റ് നടത്താൻ എളുപ്പമാണ്. റിലയബിൾ ട്രാൻസാക്ഷൻസ് ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ആന്റി ഫ്രോഡ് ടൂൾസ്. റിലയബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് കാരണം സെക്യൂരിറ്റിയും ആന്റി ഫ്രോഡ് ടൂളുകളും, തെറ്റ് ചെയ്യാതെ ഫ്രോഡുകൾ കളിക്കാതിരിക്കാനുള്ള ആന്റി ഫ്രോഡ് ടൂൾസും യൂസ് ചെയ്യുന്നുണ്ട്. റിസ്ക് എന്തൊക്കെയാണ്? റിസ്ക് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റിസ്കുകൾ എല്ലാത്തിലും ഉണ്ട്, ഇലക്ട്രോണിക് പേയ്മെന്റിലും ഉണ്ട്. ഒരു 30% ആണ് ഫ്രോഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ദർ ഇസ് എ റിസ്ക് ഓഫ് സെൻസിറ്റീവ് ഡാറ്റ ബ്രീച്ച്. ഏറ്റവും സെൻസിറ്റീവ് ആയ വിവരങ്ങൾ കട്ടെടുക്കുന്ന ഒരു വിച്ച് മേ കോസ് ഐഡന്റിറ്റി തെഫ്റ്റ്. ആ ആളുടെ വ്യക്തിഗതമായ വിവരങ്ങൾ മേൽ വരുന്ന ചില സെൻസിറ്റീവ് ഡാറ്റ തെറ്റ് ബ്രീച്ചുകൾ, കളത്തരങ്ങൾ ഉണ്ട്. മേ കോസ് ഐഡന്റിറ്റി തെഫ്റ്റ്. അതിന്റെ ഒരു റിസ്ക് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് പേയ്മെന്റ് മെത്തേഡുകൾ? പേയ്മെന്റ് മെത്തേഡുകൾ നമുക്ക് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ഉണ്ട്. ATM, സൗത്ത് ഇന്ത്യൻ, ഫെഡറൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തന്നെ പല ശാഖകൾ, ഇങ്ങനെയൊക്കെ പലതുണ്ട്. പല ATMs. കാർഡ് സർവീസസ്, ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്,
പ്രീപെയ്ഡ് കാർഡുകൾ, മൊബൈൽ പേയ്മെന്റുകൾ, ജിപേ, ഫോൺ പേ, UPI പേ, അങ്ങനെയല്ല മൊബൈൽ പേയ്മെന്റ്, ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് ക്ലിയറിംഗ് ചെയ്യുന്ന ഹൗസ്, റിമോട്ട് ഡിപ്പോസിറ്റ് ക്യാപ്ചർ, അതുപോലെ റിമോട്ട് ആയിട്ടുള്ള ഡിപ്പോസിറ്റ് ക്യാപ്ചറുകൾ, ഫെഡ് ലൈൻ ആക്സസ് സൊല്യൂഷൻസ്, ഫെഡ് ലൈൻ ആക്സസ് ചെയ്യുന്ന നമ്മുടെ സൊല്യൂഷൻസ്, ക്രിപ്റ്റോ കറൻസികൾ, വയർ ട്രാൻസ്ഫറുകൾ, ഐറ്റം പ്രോസസ്സിംഗ്, ഇതൊക്കെ പേയ്മെന്റിന്റെ മെത്തേഡുകളാണ്. അതുപോലെ നമ്മൾ ഒരു മെട്രിക്സ് എന്തൊക്കെയാണ്, ഒരു പേയ്മെന്റ് സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ് മെട്രിക്സ് എന്താണ്? ഒന്ന് സെക്യൂരിറ്റി. നമ്മൾ ക്രൂഷ്യൽ ഫോർ ഓൺലൈൻ പേയ്മെന്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. നമ്മൾ വളരെയധികം സെക്യൂർ ആയിട്ട് വേണം ഓൺലൈൻ പേയ്മെന്റ് ക്രൂഷ്യൽ ആയിട്ടുള്ളത് ചെയ്യാൻ. പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് മണി ഇൻവോൾവ് നീഡ് ടു ബി സേഫ് ഇൻ ഹാൻഡ്. അതുപോലെ പേഴ്സണൽ ഇൻഫർമേഷൻസും നമ്മൾ നമ്മുടെ തന്നെ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഒരാളുമായിട്ട് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്ന പോലെയാണ് ബാങ്കിന്റെ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡുകൾ. യൂസർ എക്സ്പീരിയൻസ്, എഫക്റ്റീവ് യൂസർ എക്സ്പീരിയൻസ് ഈസ് നീഡഡ്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് നമുക്ക് വേണം. ഇൻകൺവീനിയന്റ് മീൻസ്, അതായത് ഉപയോഗപ്രദമല്ല എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ സ്റ്റോപ്പ് യൂസിങ് ഇറ്റ്. നമ്മൾ എങ്ങനെ കാർഡ് ഉപയോഗിക്കുക, എങ്ങനെ പൈസ എടുക്കുക, അതൊക്കെ ബുദ്ധിമുട്ട് വരും. പ്രായമായവർക്ക് ചിലപ്പോൾ നമ്മൾ എടുത്തൊക്കെ കൊടുക്കാണ്ട് അവർക്ക് ഉപയോഗിക്കാൻ അറിയില്ല. ഇറ്റ് മസ്റ്റ് ബി ഈസി ആൻഡ് കൺവീനിയന്റ് ടു യൂസ്. നമുക്ക് ഈസി ആയിരിക്കണം, ഉപയോഗിക്കാൻ കൺവീനിയന്റ് ആയിരിക്കണം. ദെൻ ഫങ്ഷണാലിറ്റി, ഫങ്ഷണൽ ടെസ്റ്റിംഗ് കോംപ്രൈസ് ഓഫ് ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗ്. അപ്പൊ ഫങ്ഷണൽ ടെസ്റ്റിംഗ് നമ്മൾക്ക് വരുന്നത് ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗിന്റെ കോംപ്രൈസ് എന്നാണ്. വിച്ച് ഈസ് എ ഫീച്ചർ വാലിഡേഷൻ ഓഫ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. അതൊരു ഈ ഫീച്ചർ വാലിഡേഷൻ ആണ്, ഒരു എൻറ്റയർ ഫംഗ്ഷന്റെ ഓർ കമ്പോണന്റ് ഓഫ് ദ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ കമ്പോണന്റ് ആണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഓർഗനൈസേഷൻസ് ആർ പ്രൊവൈഡിങ് എൻഡ് ടു എൻഡ് ടെസ്റ്റ് കവറേജ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് ടെസ്റ്റ് കവറേജ് ടെസ്റ്റ് ചെയ്യുന്നു, റേഞ്ചിങ് റൈറ്റ് ഫ്രോം ദ റിക്വയർമെന്റ്സ്. ആ റിക്വയർമെന്റ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ളതിൽ നിന്ന് തുടങ്ങി ഗ്യാതറിംഗ് സ്റ്റേജ് വരെ എത്തുന്നു. ടു എൻഷുർ ദ ഡിഫക്റ്റ് റേറ്റ്സ് ആർ റെഡ്യൂസ്ഡ്. ഡിഫക്റ്റ് റേറ്റുകൾ ഇല്ലാന്ന് റെഡ്യൂസ് ചെയ്യാൻ. പെർഫോമൻസ് ടെസ്റ്റ് ഈസ് ക്രൂഷ്യൽ. പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ്. എങ്ങനെ പെർഫോം ചെയ്യുന്നു. ഇറ്റ് ഷുഡ് സെർവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അത് സെർവ് ചെയ്യണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ബി ഏബിൾ ടു അപ്രോപ്രിയറ്റ്ലി ഡിറ്റർമൈൻ ദ ഫൈനസ്റ്റ് അപ്രോച്ച്. നമുക്ക് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെ എടുക്കാനായിട്ട് കഴിവുള്ളതായിരിക്കണം. ആൻഡ് ബെസ്റ്റ് മെത്തഡോളജി ഫോർ പെർഫോമൻസ് ടെസ്റ്റിംഗ് ആൻഡ് ഇറ്റ് സബ്സിക്വന്റ് വാലിഡേഷൻ. Then data integrity. Data integrity should not compromise with data integrity, അല്ലെങ്കിൽ കോംപ്രമൈസ് വിത്ത്. ഡാറ്റയുടെ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ മൊത്തം ചേർന്ന് വരുമ്പോഴുള്ള ആ വിവരത്തില് ഒരു കോംപ്രമൈസും വരുത്തരുത്. അതർവൈസ് ഇറ്റ് വിൽ ഹാവ് ഡിസാസ്ട്രസ് കോൺസിക്വൻസസ്. അല്ലെങ്കിൽ പിന്നെ അത് വിനാശകരമായ പരിണാമങ്ങൾ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ ഈ പേയ്മെന്റ് ഗേറ്റ്വേയുടെ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് വിശദമായിട്ട് പറയാം. മിസ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതിൽ ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമുക്ക് API ഹോസ്റ്റഡ് പേയ്മെന്റ് ഗേറ്റ്വേസും പിന്നെ നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് പേയ്മെന്റിൽ വരുന്നതും പിന്നെ ഇപ്പുറത്ത് സ്റ്റെപ്സ് റിഗാർഡിങ് ദ ഫങ്ഷനിങ് ഓഫ് എ പേയ്മെന്റ് ഗേറ്റ്വേയും ഇത്രയും കൂടെ ഉള്ളൂ. ഇത് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മിസ്സിന് വയ്യാത്തോണ്ടാണ്, ചെറിയ പനിയുണ്ട്. അപ്പോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 5ാമത്തെ ചാപ്റ്ററിൽ ഒരു ഇച്ചിരി ഭാഗം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ബാക്കി 5ാമത്തെ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.